സമയത്ത് നമുക്കറിയാം കേരളം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി മേടിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 25 വർഷത്തേക്കുള്ള ദീർഘകാല കരാർ വിവിധ കമ്പനികളുമായി ഒപ്പിട്ടു. ആ കരാർ അടിസ്ഥാനത്തിൽ ഒരു യൂണിറ്റ് വൈദ്യുതി 4 രൂപ 29 പൈസയ്ക്ക്, നിങ്ങൾ ശ്രദ്ധിക്കുക, കേവലം 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി 25 വർഷത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തിന് തുടർച്ചയായി മേടിക്കാവുന്ന കരാർ ഒപ്പിട്ടത് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. ആ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ വൈദ്യുതി ബോർഡ് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതുവരെ ഉണ്ടായിരുന്ന KSEBയുടെ നഷ്ടം, KSEBയുടെ ബാധ്യത, കുടിശ്ശികയെല്ലാം കുറച്ചു കൊണ്ടുവന്ന് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പവർ കട്ട്, ലോഡ് ഷെഡിംഗ് ഒക്കെ ഒഴിവാക്കി 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കേരളത്തിലെ വൈദ്യുതി ബോർഡിന്റെ മൊത്തം നഷ്ടം എന്ന് പറയുന്നത് കേവലം 1083 കോടി രൂപ മാത്രമാണ്. കേവലം 1083 കോടി രൂപ. അങ്ങനെ 2016 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി മേടിക്കാനുള്ള കരാർ നമ്മൾ ഒപ്പിട്ടു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ അങ്ങനെ വൈദ്യുതി മേടിച്ചുകൊണ്ടിരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ ഗവൺമെന്റ് മാറി. അതിനുശേഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 6 വർഷക്കാലം, അടുത്ത 6 വർഷക്കാലം അതേ കരാറിന്റെ അടിസ്ഥാനത്തിൽ കേരളം വൈദ്യുതി മേടിച്ചുകൊണ്ടിരുന്നു. KSEB വൈദ്യുതി മേടിച്ചു. പക്ഷേ 6 വർഷത്തിന് ശേഷം പിണറായി സർക്കാർ ചെയ്തത്, കേരളത്തിലേക്ക് അദാനിയുടെ വൈദ്യുതി മേടിക്കുന്നതിന് വേണ്ടി ഈ 25 വർഷത്തേക്കുണ്ടായിരുന്ന ദീർഘകാല കരാർ ഏകപക്ഷീയമായി റദ്ദ് ചെയ്തു. അങ്ങനെ ഏകപക്ഷീയമായിട്ട് 4 രൂപ 29 പൈസയ്ക്ക് മേടിക്കാവുന്ന വൈദ്യുതി കരാർ റദ്ദ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കേരളം വൈദ്യുതി മേടിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? ഇപ്പോൾ കേരളം മേടിക്കുന്നത് ഒരു യൂണിറ്റിന് 6 രൂപ 90 പൈസ മുതൽ യൂണിറ്റിന് 10 രൂപ നിരക്കിൽ വരെയാണ് ഇന്ന് കേരളം വൈദ്യുതി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റ് കമ്പനി 25 വർഷത്തേക്ക് ഈ വൈദ്യുതി നൽകാൻ ബാധ്യസ്ഥതയുണ്ടായിരുന്ന, കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാൻ ബാധ്യസ്ഥയുണ്ടായിരുന്ന കമ്പനികളെ കരാർ ഒഴിവാക്കി കൊടുത്ത് ഇപ്പോൾ അതേ കമ്പനികളിൽ നിന്നും, അദാനിയിൽ നിന്നും ഉൾപ്പെടെ 6 രൂപ 90 പൈസ മുതൽ 10 രൂപയ്ക്ക് വരെ ആ യൂണിറ്റ് വൈദ്യുതി, ഒരു യൂണിറ്റ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, കേരളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന് വൈദ്യുതി ബോർഡിന് ഒരു ദിവസം ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും മാത്രം ഏതാണ്ട് 15 കോടിയോളം രൂപയാണ്. നിങ്ങൾ തിരിച്ചറിയണം, 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരമൊഴിയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈദ്യുതി ബോർഡിന്റെ മൊത്തം നഷ്ടം 1083 കോടി രൂപയായിരുന്നത് ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ മൊത്തം നഷ്ടം എന്ന് പറയുന്നത് 40,000 കോടി രൂപയാണ്. അങ്ങനെ കേരളത്തിലെ വൈദ്യുതി ബോർഡിനെ 40,000 കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് തള്ളിവിട്ടത് പിണറായി വിജയൻ സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രമാണ്. ആ ധൂർത്തിന്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ബാധ്യസ്ഥത, അതിന്റെ ഭാരം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഞാനും നിങ്ങളും അടങ്ങുന്ന വൈദ്യുതി ഉപയോഗിക്കുന്ന ഓരോ ഗുണഭോക്താവിന്റെയും തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും നിലയാണ് പിണറായി വിജയനും LDF സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ആളുകളും ഈ കരാർ റദ്ദാക്കിയതുവഴി കൈപ്പറ്റിയ അഴിമതിയുടെ വിലയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ, ഞാനും നിങ്ങളും ഒക്കെ ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. ആ അഴിമതി നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെയാണ് ഇത്രയും വലിയ കടബാധ്യതയിലേക്ക് KSEB കൂപ്പുകുത്തിയിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥ, ഈ സർക്കാരിന്റെ അഴിമതി, അവരുടെ നിശ്ചിത താല്പര്യം, അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഇവിടെ നമ്മൾ ഉയർത്തുന്നത്. ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇനിയായി 4 രൂപ 29 പൈസയുടെ കരാറ് ഒരു കമ്പനിയും നമുക്ക് തരില്ല. ഇനി വരും നാളുകളിൽ കമ്പനികൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് നമ്മൾ വൈദ്യുതി മേടിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കാരണം ഇനി അവർ പറയുന്നതാണ് വില. വൈദ്യുതിക്ക് വൈദ്യുതിയല്ലേ പറ്റൂ, വേറൊന്നും പറ്റില്ലല്ലോ. ആ തരുന്ന കമ്പനികളിൽ നമ്മൾ മേടിക്കാൻ ബാധ്യസ്ഥമാണ്. അവർ കാർട്ടൽ രൂപീകരിക്കുന്നു. കാർട്ടൽ രൂപീകരിച്ച് അവർ വില നിശ്ചയിക്കും. ആ വിലയ്ക്ക് കേരളം വൈദ്യുതി മേടിക്കണം. അപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം കേരളത്തിന്റെ KSEBക്കും ഈ സംസ്ഥാനത്തിനും വന്നുകൊണ്ടിരിക്കും. ആ ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെടാൻ പോകുന്നത് ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കളുടെ മേലുമാണ്. എത്രയോ നൂറുകണക്കിന് കോടി രൂപ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന്, വൻകിടക്കാരിൽ നിന്ന് പിരിച്ചെടുക്കാനുണ്ട്. നൂറുകണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപ വലിയ സ്വകാര്യ കമ്പനികളിൽ നിന്നും, അതുപോലെ തന്നെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ സർക്കാർ കുടിശ്ശികയായിട്ട് KSEB പിരിച്ചെടുക്കാനുണ്ട്. നിങ്ങൾ സാധാരണക്കാരൻ ഒരാള്
വൈദ്യുതി കറണ്ട് ബില്ല് കയ്യിൽ കിട്ടിയതിനു ശേഷം ആ പറഞ്ഞ ഡേറ്റിൽ അടച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം KSEB വന്ന് ഫീസ് ഊറും. പക്ഷേ കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും യഥേഷ്ടം ഈ നാട്ടിൽ വിഹരിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സർക്കാരിന്റെ സമീപനം. ഈ സർക്കാർ ആരോടൊപ്പമാണ്, ഈ സർക്കാരിന്റെ താല്പര്യം എന്താണ് എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബാധ്യതയുടെ പേരും പറഞ്ഞ്, ആയിരക്കണക്കിന് കോടി രൂപയുടെ കടബാധ്യതയും പറഞ്ഞ് ഇനി വരും നാളുകളിൽ വീണ്ടും വൈദ്യുതി ചാർജ് സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ നാടിനെ തള്ളിവിട്ടത് ഈ സർക്കാരാണ്. ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം അലയടിച്ചുയരേണ്ടതായിട്ടുണ്ട്. ആ ജനങ്ങളുടെ ശബ്ദമായി ഇന്നിവിടെ ഈ പ്രതിഷേധം സമരം സംഘടിപ്പിച്ച അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഴുവൻ നേതാക്കളെയും ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.